നമസ്കാരം. കഴിഞ്ഞ 12 വർഷങ്ങൾ, മോദി സർക്കാരിൻ്റെ 12 വർഷങ്ങൾ ഭാരതത്തിന് ഏറെ സന്തോഷകരമായ നാളുകൾ തന്നെയാണ് സംഭാവന ചെയ്തത്. പക്ഷേ വേലിക്കപ്പുറത്ത് നിന്ന് ഒരു മനുഷ്യൻ്റെ തേങ്ങലുകൾ നമ്മൾ അവഗണിച്ചുകൂടാ. അയാൾ എത്രയോ നാളുകളായി ഭാവി പ്രധാനമന്ത്രിയുടെ കുപ്പായവും അണിഞ്ഞുകൊണ്ട് ഭാരതത്തെ നോക്കി തേങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പല ഗൂഢാലോചനകളും അയാൾ നടത്തി നോക്കി, ഒന്നിലും വിജയിച്ചില്ല. ഒന്നിലും വിജയിക്കാത്ത ഒരു മനുഷ്യനെ നമ്മളിപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ആ കളിയാക്കലെങ്കിലും ഒന്ന് കുറയ്ക്കണം എന്ന ഒരു അപേക്ഷയും അഭ്യർത്ഥനയുമായിട്ടാണ് ഈ വാർത്ത ചെയ്യുന്നത്. അദ്ദേഹം തേങ്ങി കരയുകയാണ്. അദ്ദേഹം ആൻഡമാൻ നിക്കോബാറിൽ പോയി അവിടെ നിന്ന് ആ പ്രോജക്റ്റുകൾ ആദിവാസികൾക്ക് വേണ്ടി അയാൾ എന്തൊക്കെയാണ് ചെയ്തത്. മലാക്ക സ്ട്രീറ്റിൽ ചൈനയെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഭാരതം ചില പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കാൻ നോക്കി. അതിനെ അയാൾ വെല്ലുവിളിച്ചു. അയാൾ ആദിവാസികൾക്ക് വേണ്ടി അയാളുടെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച്, രാജകുമാരനെ പോലെ ജീവിച്ചിരുന്ന അയാൾ എല്ലാം ഉപേക്ഷിച്ച് അവിടെ ചെന്ന് കിടന്നു. അതിൽ ആർക്കും ഒരു വിഷമവും തോന്നിയില്ല. ഇവിടെ 12 വർഷമായതിന് ആഘോഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അയാളുടെ ദുഃഖത്തിന് നമ്മൾ ഈ 12 വർഷവും ഒരു വിലയും കൊടുത്തില്ല എന്നുള്ളതാണ്. ഭാവി പ്രധാനമന്ത്രിയായി അയാൾ ഇനി എത്ര നാൾ, ഇപ്പോഴും അയാൾ യുവത്വം കാത്തു സൂക്ഷിക്കുന്നു. ഇപ്പോഴും യുവ നേതാവാണ് കോൺഗ്രസിനുള്ളിൽ അയാൾ. ആ യുവത്വം അയാൾ ഇനി എത്ര നാൾ ഭാവി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തും. ഭാവിയിൽ അയാൾ എന്നെങ്കിലും അയാൾക്കൊന്ന് വയസ്സെങ്കിലും ആകണ്ടേ. അയാൾ വയസ്സാകെ പോലും ചെയ്യാതെ ഇപ്പോഴും അത് കാത്ത് സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. പലപ്പോഴായിട്ട് ഇറങ്ങി കടലിൽ ചാടാറുണ്ട്, ചെളിയിൽ ചാടാറുണ്ട്, കുളത്തിൽ ചാടാറുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ചാടുകയും തെന്നിമാറുകയും കുട്ടിക്കരണം മറിയുകയും ഒക്കെ ചെയ്തുകൊണ്ട്, ചുടുചോറ് വാരുകയും ഒക്കെ ചെയ്തുകൊണ്ട് അയാൾ എത്ര നാൾ നമ്മുടെ മുന്നിൽ കരണം മറിഞ്ഞ് നടക്കും? നമുക്ക് ഒരു മനസാക്ഷിയില്ലേ? കഴിഞ്ഞ എത്രയോ നാളുകളായി അയാളും അമ്മയും കാത്തിരിക്കുകയാണ്. ആ ഭാവി ഇനി എന്നാണ് വരിക എന്നറിയില്ല. ഇടയ്ക്ക് സർദീനോയിൽ പോയി ചിലപ്പോഴൊക്കെ ഒന്ന് താമസിച്ച് വീണ്ടും ഓടി തിരിച്ചു വരും. പിന്നെ ഇവിടെ ഒരു ഓട്ടുജോലിയുമായി അയാൾ കുറച്ച് നാൾ നടക്കും. ആ ഓട്ടുജോലി കഴിഞ്ഞാൽ പിന്നെ അയാൾ അടുത്ത ജോലിയുമായി നടക്കും. അങ്ങനെ പല ജോലികളാണ് ആവർത്തിച്ച് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് വരുന്ന ബംഗാളികൾ പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്യും പോലെയാണ് അയാൾ. ചിലപ്പോഴൊക്കെ ബറോട്ടയടിക്കും, ചിലപ്പോഴൊക്കെ നിലമുഴാൻ പോകും, അല്ലെങ്കിൽ കിളയ്ക്കാൻ പോകും, അല്ലെങ്കിൽ കൊത്തപ്പണിക്ക് പോകും. അത്തരത്തിൽ പല ജോലികളും ചെയ്തുകൊണ്ട് അയാൾ ഇവിടെ കഴിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ മലയാളികൾക്കൊരല്പം അയാളോട് ഒരു കടപ്പാട് ഉണ്ടായിപ്പോയി എന്ന് തോന്നുന്നു. വയനാട്ടിൽ അയാൾക്ക് അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിലാണ് വിജയിപ്പിച്ചത്. അതൊഴിച്ചു നിർത്തിയാൽ അയാളുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാർ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് പോലും അയാളെ വേണ്ടെന്നാണ് പറയുന്നത്. അയാളെ പുറത്താക്കുവാൻ വേണ്ടിയിട്ട് പലരും കോപ്പ് കൂട്ടുന്നുണ്ട്. ആ പാവം മനുഷ്യൻ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഭാരത് ചോഡോ യാത്ര നടത്തി, കശ്മീർ മുതൽ കേരളം വരെ നടന്നു. ഇനി എന്ത് വേണം അയാൾക്ക്? ഈ ഭാരതത്തിന് വേണ്ടി അയാൾ ഓരോ നിമിഷവും ഭാരതത്തിന് വേണ്ടി ഉരുകി തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ 12 വർഷത്തിൻ്റെ നെഹ്റുവിനെ, അയാളുടെ അപ്പൂപ്പനെ, സ്വന്തം മുത്തച്ഛനെ വെട്ടിച്ച് മോദിജി സ്വന്തമാക്കിയ ഈ റെക്കോർഡിൽ വലിയ സന്തോഷമൊക്കെ നടത്തി, ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തി ആ മനുഷ്യൻ്റെ ചെറിയ ഉള്ള് തേങ്ങരുത്. അയാളുടെ തല ഇനിയും കുനിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.